നിങ്ങളൊരു ബാങ്കിൽ നിന്നും ബിസിനസ് ആവശ്യത്തിനോ വ്യവസായ ആവശ്യത്തിനോ ബാങ്ക് ലോണോ ഓഡിയോ എടുത്ത ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എൻ്റെ പേര് ആൻ്റണി തോമസ്, ഇൻഷുറൻസ് അഡ്വൈസറാണ്. സാധാരണ ഒരു ബാങ്ക് ഒരു ലോൺ നമുക്ക് തരുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളൊരു ബിസിനസ്സുകാരാണ്, നിങ്ങൾക്കൊരു ഷോപ്പുള്ള ആളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ഓഡി ബാങ്ക് അനുവദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലോൺ അനുവദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് 50 ലക്ഷം രൂപയാണ് ഓടി അനുവദിച്ചതെങ്കിൽ ബാങ്ക് ആ കട ഇൻഷുർ ചെയ്യും, സാധാരണ ചെയ്യാറുണ്ട്. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ നിങ്ങളുടെ കടയിൽ 1 കോടി രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ലോൺ തന്നിരിക്കുന്ന 50 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ നോർമലി ആ ബാങ്ക് ചെയ്യുക 50 ലക്ഷം രൂപയ്ക്കാണ് സാധാരണ ബാങ്ക് ഇൻഷുർ ചെയ്യാറ്. ചില ബാങ്കുകൾ ഫുള്ള് ചെയ്യുന്നുണ്ടാകാം. സാധാരണ കേസ് നമ്മൾ പല സ്ഥലത്തും കാണാറുള്ളത് അവർ ആ ഓടിക്കനുസരിച്ച് അല്ലെങ്കിൽ ലോണിനനുസരിച്ചുള്ളൊരു എമൗണ്ടാണ് ഇൻഷുർ ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഒരു വ്യവസായ സ്ഥാപനം, ആ വ്യവസായ സ്ഥാപനത്തിൽ അതിലെ മെഷീനറീസും അതിലെ റോ മെറ്റീരിയലും ഫിനിഷ്ഡ് ഗുഡ്സും ബിൽഡിങ്ങും എല്ലാം കൂടി ഒരുപക്ഷെ 2 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരിക്കാം. എന്നാൽ ബാങ്ക് ചിലപ്പോൾ കൊടുക്കുന്ന ലോൺ ചിലപ്പോൾ 1 കോടിക്കായിരിക്കാം. അപ്പോൾ ബാങ്ക് മിക്കവാറും കൊടുക്കുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത് 1 കോടി രൂപയായിരിക്കും. സാധാരണ ഫയർ ഇൻഷുറൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് വിഷയം വരുന്നത് ഇപ്പോൾ ചെറിയൊരു ക്ലെയിം വരുന്ന സമയത്ത് ഇത് മിക്കവാറും അറിയാറില്ല. എന്നൊരു ടോട്ടൽ ലോസ് വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരു തീപിടുത്തമുണ്ടായി അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നു, മുഴുവൻ നശിച്ചു പോകുന്നൊരു ഘട്ടം വരുന്ന സമയത്ത് അതിനാണ് ടോട്ടൽ ലോസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കടയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ വ്യവസായി ഇൻഷുറൻസ് കമ്പനിയോട് നഷ്ടം പറയും. ഇത്ര ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് വന്നു, അല്ലെങ്കിൽ ഇത്ര കോടി രൂപയുടെ നഷ്ടം വന്നു. അപ്പം നമ്മൾ 1 കോടി രൂപയുടെ നഷ്ടം വന്ന് നമ്മൾ 50 ലക്ഷം രൂപയ്ക്ക് അവിടെ ഇൻഷുർ ചെയ്തിട്ടുള്ള കാര്യം നമ്മളൊരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാകില്ല. അഥവാ നമ്മളത് ഇൻഷുറൻസ് കമ്പനി ബോധിപ്പിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി നോക്കുന്ന സമയത്ത് അത് പകുതി എമൗണ്ടിനാണ് ഇൻഷുർ ചെയ്യുന്നത്. അതിന് പറയുന്നത് നമ്മൾ അണ്ടർ ഇൻഷുറൻസ് എന്ന് പറയാം. അങ്ങനെ വരുന്ന സമയത്ത് ആ ക്ലെയിമിന് നിങ്ങൾക്ക് വലിയൊരു വിഷയം വരാം, ഒരു പക്ഷേ മുഴുവൻ പൈസ കിട്ടാതിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലവിൽ ഇപ്പം ഞങ്ങളൊക്കെ ചേർക്കുന്ന സമയത്ത് ഞങ്ങളിതെല്ലാം വ്യക്തമായിട്ട് അവരോട് ചോദിക്കും. എത്ര ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, എത്ര ലക്ഷം രൂപയുടെ മെഷീനറി ഉണ്ട്, ഇതൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇൻഷുർ ചെയ്യുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ വിഷയം. അപ്പം നിങ്ങളുടെ പോളിസി എടുത്ത് നോക്കുക, ബാങ്കിൽ അന്വേഷിക്കുക, നിങ്ങൾക്ക് നിങ്ങളതിന് പോളിസി എടുത്തുകൊണ്ട് നോക്കുക, എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമ്മർഷയോട് എത്രയെന്ന് നോക്കുക, അത് കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആക്കുക, കൂട്ടുക. എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു ആൻ്റണി തോമസ്. ഞാൻ ഇതേപോലെയുള്ള ഇൻഷുറൻസ് സംബന്ധമായ ഒരുപാട് വീഡിയോസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. വാഹന ഇൻഷുറൻസിനെ സംബന്ധിച്ച്, ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഒരു ക്ലെയിം വന്നാൽ എന്ത് ചെയ്യണം, വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനെ വളരെ നിരവധി വീഡിയോസ് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ്